സർ, നമുക്കറിയാം ബി.ജെ.പി അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ബി.ജെ.പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ എയിംസ് നടപ്പിലാക്കും എന്നത് തന്നെയായിരുന്നു. സുരേഷ് ഗോപിയും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രചാരണങ്ങളിൽ ഏറ്റവും വലുത് എയിംസ് കേരളത്തിൽ എന്തായാലും കൊണ്ടുവരുമെന്നായിരുന്നു. പക്ഷേ എയിംസ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് ബി.ജെ.പി ഇപ്പോൾ നൽകുന്നത് എന്നാണ് സി.പി.എമ്മും കോൺഗ്രസും ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വോട്ട് ചോദിക്കാൻ ബി.ജെ.പിക്ക് എന്താണ് യോഗ്യത? എവിടെ എയിംസ് എന്നതാണ് മിക്ക മാധ്യമങ്ങളിലെയും പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന്. ഇതിനെ എങ്ങനെ വിലയിരുത്താം? ആ ചോദ്യത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? ഈ പറഞ്ഞ ചാനലുകളോ രാഷ്ട്രീയ പ്രതിപക്ഷ പാർട്ടികളോ ആരാണോ പറഞ്ഞത്, ഈ പറഞ്ഞത് മുഴുവൻ പച്ച നുണയാണ്. ബി.ജെ.പി ഒരിക്കലും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ എവിടെയും എയിംസ് വരും എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചിട്ടില്ല. അത് എല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ. ജയിച്ചതിന് ശേഷം സുരേഷ് ഗോപി 2-3 വേദികളിൽ ഞാൻ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷെ ഒരു കാര്യം എല്ലാവരും ഓർക്കണം. ഈ പറയുന്ന ഈ ചാനലുകളും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരും ഒരു കാര്യം ഓർത്താൽ നല്ലത്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ചതാണ് എല്ലാ സംസ്ഥാനത്തിനും ഒരു എയിംസ്. അത് 2014 തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രൊജക്റ്റ് ശരിയാക്കി സബ്മിഷൻ ചെയ്യാൻ എല്ലാ സംസ്ഥാനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും അതിന്റെ പണിയെടുത്തു. അതായത് അന്ന് 2014 ഇന്ത്യയിൽ ആകെ 7 എയിംസ് ആണ് ഉണ്ടായിരുന്നത്. ആ 7 എയിംസ് ഉള്ള സമയത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. എല്ലാ സംസ്ഥാനങ്ങളും ആ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എല്ലാ ആൾക്കാർക്കും ആ എയിംസ് കിട്ടി നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോലും എയിംസ് വന്നു കഴിഞ്ഞു. അതിന്റെ 4ാമത്തെ ബാച്ച് ഇപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞു. പക്ഷെ നമ്മുടെ കേരളത്തിൽ അന്ന്, അതായത് 2014 ഈ ഒരു സംഭവം വന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എയിംസ് വരുവാൻ ഒരു താല്പര്യവും എടുത്തില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം മുൻകൈ എടുത്ത് ഇവിടെ സ്ഥലം കണ്ടെത്തി അതുമായി മുന്നോട്ട് പോകാൻ പോലും സമ്മതിക്കാതെ അതിന് പാര പണിത ആളാണ് ഈ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഇവിടെ എയിംസ് വരാൻ പാടില്ല എന്ന തക്കതായ പല കാര്യങ്ങളും ഞാൻ ഇതിന്റെ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വന്നതാണ് ഈ പിണറായി വിജയൻ. പിണറായി വിജയനും ആൾമോസ്റ്റ് അതേ മെന്റാലിറ്റി തന്നെയാണ്. ഇവിടെ എയിംസ് വരുവാൻ തക്കതായ ഒരു സ്ഥലം കേരളത്തിൽ ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. അത് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി പണ്ട് മാറ്റിയിട്ട സ്ഥലമാണ്. അതിന്റെ കുറച്ച് ഭാഗം ഉപയോഗിച്ചിട്ടാണ് കേന്ദ്രം തന്നെ അവിടെ IIT ഇപ്പോൾ ആൾറെഡി ഇംപ്ലിമെന്റ് ആണ്, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനോട് തൊട്ട് കിടക്കുന്ന ഒരു 500 ഏക്കർ ഇതേ കാലി സ്ഥലം എയിംസിനും ഉപയോഗിക്കാം. പക്ഷെ എന്തുകൊണ്ടോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് യാതൊരു താല്പര്യവുമില്ല. എന്നിട്ട് ഇന്നലെ ഒരു ചാനലുകാരൻ ഇരുന്ന് കാച്ചുകയാണ്, കോഴിക്കോട് വരും ഉറപ്പാണ്. ഈ എയിംസിന് കുറെ റൂൾസ് ആൻഡ് വകുപ്സ് ഉണ്ട്. മിനിമം 200 ഏക്കർ വേണം എയിംസ് വരണമെങ്കിൽ. അതിന്റെ അടുത്ത് കൂടെ ഒരു ഹൈവേ പോകണം. അങ്ങനെ ഒരുപാട് അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. ഈ കോഴിക്കോട് കാണിച്ച സ്ഥലം ആകെ 150 ഏക്കറേ ഉള്ളൂ. അത് ഉള്ളോട്ടൊരു ഭാഗത്താണ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് ഇനി പൈസ കൊടുത്ത് വാങ്ങണം. അപ്പോഴാണ് എയിംസിന്റെ ഒരു ഇതായിട്ട് അതിന് പരിഗണിക്കാൻ പോലും പറ്റുള്ളൂ. ഇത്തരം ഒരു പ്രശ്നവുമില്ലാതെ പാലക്കാട് കിടക്കുന്ന ഈ സ്ഥലം ഇവിടെ കിടക്കുമ്പോ ഇതിനു വേണ്ടി ഈ ചാനലുകാരന് വായ പൊളിക്കാൻ വയ്യ. അപ്പോഴും അവൻ കുറ്റം പറയാൻ നിൽക്കുകയാണ് സുരേഷ് ഗോപിനെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെയും. അവര് തിരുവനന്തപുരത്ത് പറഞ്ഞു, ആലപ്പുഴ പറഞ്ഞു, തൃശ്ശൂർ പറഞ്ഞു എന്ന്. എന്നാൽ ശരിയായ കഥ ഇവിടെ കിടക്കുമ്പോ അതിനെക്കുറിച്ച് അക്ഷരം ഉണ്ടെന്നില്ല. ഇതേ ചാനലുകാരൻ പണ്ട് സംസ്ഥാന യുവജനോത്സവം നടക്കുമ്പോൾ അവിടെ ബീഫ് വിളമ്പിയില്ല, നോൺ വെജ് വിളമ്പിയില്ല എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കിയവരാണ് ഇതേ ഈ ആള്, ഈ ചാനലുകാരൻ. അപ്പൊ ഈ എയിംസ് വരുന്നതില് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ഈ ചാനൽ ശരിയായ വാർത്ത പ്രചരിപ്പിക്കണമെന്നാണ് എനിക്ക് അവരോട് ഒരു റിക്വസ്റ്റ്. അത് ശരിയായി പഠിച്ച് നോക്കിയിട്ട്, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും അവിടെ
ഭൂമിയുടെ മുകളിൽ കിടക്കുന്ന എന്തെങ്കിലും ന്യൂസുകൾ എടുത്ത് നിങ്ങളുടെ ചാനലിന്റെ വില തന്നെയാണ് നിങ്ങൾ കളയുന്നത്. ഒരു കാര്യം ശരിയാണ്, സുരേഷ് ഗോപി തൃശ്ശൂർ വേണം, ആലപ്പുഴ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി രാജീവ് ചന്ദ്രശേഖരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു എയിംസ് വരണം. ആ എയിംസ് എവിടെ വരണമെന്ന് നിങ്ങൾ നിങ്ങളുടേതായ ഒരു അഭിപ്രായം പറയണം. അത് കേരളത്തിന്റെ മധ്യഭാഗത്ത്, കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വന്നു പോകാൻ സൗകര്യത്തിലുള്ള ഒരു സ്ഥലത്ത്. ആ സ്ഥലം എവിടെയാണ് ഉള്ളത്, ഇപ്പൊ നിലവിൽ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ടോ സർക്കാരിന്റെ ഭൂമിയായിട്ട്, അതൊക്കെ കണ്ടെത്തിയിട്ട് ഒരു ന്യൂസ് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇത് ആർക്കോ വേണ്ടി ഒരു മറ്റേ പണി എടുക്കുന്ന മാതിരിയാണ് നിങ്ങളുടെ ഈ ന്യൂസ് കേട്ടാൽ തോന്നുന്നത്. സത്യത്തിൽ ഈ കോഴിക്കോട് എയിംസ് വരുവാൻ ഒരു ചാൻസും ഇല്ല. കാരണം എയിംസിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലേ, 200 ഏക്കർ മിനിമം വേണം. ഈ പറയുന്ന സ്ഥലം 150 ഏക്കറേ ഉള്ളൂ. അത് ഹൈവേയുടെ സൈഡ് വേണം. ഇത് ഹൈവേയുടെ സൈഡ് അല്ല, ഇത് ഉള്ളൊരു ഭാഗത്താണ്. പിന്നെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അത് പർച്ചേസ് ചെയ്യണം. അപ്പൊ വെറുതെ എന്തെങ്കിലും ഒരു അമിട്ട് വിട്ടിട്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞു വരുത്തി ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ, കേരളത്തിന് ആൾറെഡി അലോട്ട് ചെയ്ത എയിംസ് ഇവിടെ എന്തുകൊണ്ട് വന്നില്ല, 2014 എന്തുകൊണ്ട് വന്നില്ല, അത് കഴിഞ്ഞ് 2016 കഴിഞ്ഞ് ഇപ്പോ 10 കൊല്ലം വീണ്ടും ഇത് വന്നില്ല, അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വളരെ സത്യസന്ധതയോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിനെ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. അല്ലാതെ നിങ്ങൾ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ, സ്കൂൾ യുവജനോത്സവം നടക്കുമ്പോൾ, അതായത് എത്രയോ കാലങ്ങളായിട്ട് അവിടെ സദ്യ നടത്തുന്നത് പഴയടം തിരുമേനിയാണ്, അത് വെജിറ്റേറിയൻ സദ്യയാണ്. ഇനി ലോകത്ത് എവിടെയായാലും ഈ 50,000 60,000 ആൾക്ക് കൊടുക്കുന്ന ഭക്ഷണശാല വെജിറ്റേറിയൻ അല്ലാതെ അത് നോൺ വെജ് നടത്തി കഴിഞ്ഞാൽ അതിന്റെ പണി അപ്പൊ കിട്ടും. ഇത് ഒരു സ്ഥലത്തും പറ്റില്ല. അപ്പോ ഇതൊന്നും അറിയാതെ വെജ് ആണ്, ഇത് എന്തോ ഒരു അജണ്ടയാണ്, ഇന്ന ആളെന്ന് പറഞ്ഞ് അന്ന് നോൺ വെജ് വിളമ്പണം, ബീഫ് വിളമ്പണം എന്നൊക്കെ ഇതേ ചാനൽ അന്ന് വലിയ വീരവാദം ഇളക്കി. എന്നിട്ട് ഒരു കൊല്ലം ഇത് പറഞ്ഞു കേട്ടിട്ട് ഈ സർക്കാർ ഒരു കൊല്ലം നോൺ വെജ് വിളമ്പാനും പോയി. അവിടുന്ന് ഞാൻ കേട്ടത് ഇറങ്ങി ഓടിയില്ല എന്നേ ഉള്ളൂ. അത് കുന്നംകുളം തൃശ്ശൂർ സൈഡിലാ അന്ന് യുവജനോത്സവം ഉണ്ടായത്. അപ്പൊ ഈ സമൂഹത്തില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശരിയായ ന്യൂസുകൾ പറഞ്ഞ് എയിംസ് എവിടെ വരുന്നു ശക്തമായിട്ട് ശരിയായ തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വരുത്തത്തക്ക വിധത്തിൽ ഒരു ന്യൂസ് ഇറക്കി വിട്ടാൽ അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാതായി പോകുമെന്ന് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടട്ടെ എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. എന്തായാലും എന്തുകൊണ്ട് എയിംസ് വരുന്നില്ല എന്നത് വലിയൊരു ചോദ്യമാണ്. ഈ രീതിയിൽ മാധ്യമങ്ങൾ ബിജെപിക്കെതിരെ എയിംസ് വരാത്തതിനെ വലിയ ഒരു പ്രചാരണായുധമായി തന്നെ ഉപയോഗിക്കുന്നു എന്നതാണ്. കേരളത്തിലെ ചില മാധ്യമങ്ങളെങ്കിലും എയിംസിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കാത്തതോ അത് സംബന്ധിച്ച മറ്റു വിഷയങ്ങളോ ചർച്ച ചെയ്യുന്നില്ല എന്നതും ഖേദകരമാണ്. വ്യക്തമാണ്. താങ്ക് യു, ജയശങ്കർ.